ഓറഞ്ച് കളർ പോലെ എനിക്ക് ആദ്യമേ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊന്ന് ഉണങ്ങി സെറ്റായി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രൗൺ. അത് ഞാൻ ഓർത്തു കളർ മാറി, ഞാൻ ഉദ്ദേശിച്ച കളർ അല്ല എന്ന് ഓർത്തത്. ഒരു ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് കളർ പോലെ തന്നെ. എങ്ങനെയാണ് ഹെയർ കളർ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഏതൊക്കെ പോർഷനിലാണ് നമ്മൾ ഹെയർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ലെയർ കട്ട് ആയതുകൊണ്ട് ഓരോ ലെയറിലെയും ഇങ്ങനെ ഒരു ഡിസ്കോ ബാൻഡ്, നമ്മുടെ ഇവിടെയൊക്കെ ഡിസ്കോ റബ്ബർ ബാൻഡ് എന്നാണ് പറയുന്നത്, ഇങ്ങനെ ഓരോ ഡിസ്കോ ബാൻഡ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. എന്തോരം പോർഷൻ വേണം ഇറക്കി ഇങ്ങനെ ഞാൻ ടിപ്പിൽ മാത്രം ഞാൻ ഓരോരോ സെക്ഷനാക്കി ഇങ്ങനെ ചെറുതാക്കും. നമുക്ക് വേണ്ട എന്തോരം ലെങ്തിലാണ് വേണ്ടതെന്നുള്ളത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് നമുക്ക് ഒരേപോലെ ഇങ്ങനെ ഇട്ട് വെക്കാനും പറ്റും. അത് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും അയ്യോ ഒരു സൈഡ് കൂടിപ്പോയി ഒരു സൈഡ് കുറഞ്ഞു പോയി അങ്ങനെ വരത്തില്ല. രണ്ട് സൈഡ് നമുക്ക് ഇത് ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ മേടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെറ്റായിട്ടിരിക്കും. ഈ ഒരു ലെങ്തിലൊക്കെ പാർലറിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട്, ഒരു 3000 രൂപ 4000 രൂപ കൂടുതൽ എന്താണെങ്കിലോ നല്ലൊരു ഷെയ്ഡ് നല്ലോണം ചെയ്യണം എന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് എന്തുകൊണ്ടത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂടാ. ഞാനായിട്ട് എടുത്തേക്കുന്നത് സ്ട്രീറ്റ്സിൻ്റെ ഹെയർ കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാപ്പച്ചിനോ ബ്രൗൺ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. എനിക്ക് കൂടുതൽ ബ്രൗൺ ഷെയ്ഡാണ് ഇഷ്ടം. ഞാൻ ഓൾറെഡി നേരത്തെ റെഡും കുറേ ഷെയ്ഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇതാണ്, ബ്രൗൺ ആണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ബ്രൗൺ ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാക്കറ്റിന് നമുക്ക് വരുന്നത് 220 രൂപയാണ്. നമുക്ക് അടുത്തുള്ള എല്ലാ ലോക്കൽ സ്റ്റോറിലും ഒക്കെ കിട്ടും. നല്ല ഷെയ്ഡാണ്, ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു പാക്കറ്റിനകത്ത് എന്നൊക്കെ ഉണ്ട് നോക്കാം. ആദ്യം ഒരു ബ്രഷ് വരുന്നുണ്ട്, നമുക്ക് ഈ ക്രീം മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ബ്രഷാണ്. പിന്നെ ഒരു ഇതിൻ്റെ യൂസർ മാനുവൽ, എന്തോരം റേഷ്യോ എടുക്കണം, എത്ര സമയം വെക്കണം എന്നൊക്കെ ഉള്ള അതിനകത്ത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്റ്റെപ്പ് 1 മിക്സ് ബ്ലോണ്ടറും ഡെവലപ്പറുമായിട്ട് വരുന്നുണ്ട്. ഇതിൽ സ്റ്റെപ്പ് 1 എന്ന് നോക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. ഇതിൽ നമുക്കൊരു പൗഡറും ഒരു ക്രീമുമാണ് വരുന്നത് മിക്സ് ചെയ്യാനായിട്ട്, ബ്ലോണ്ട് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് കളറും ഡെവലപ്പറുമാണ്. അതും 2 ക്രീമായിട്ട് തന്നെ വരുന്നത്, കളറും ഡെവലപ്പറും. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 വെച്ചേക്കുന്നുണ്ട്, നമുക്ക് കൺഫ്യൂഷൻ ആവത്തില്ല, മാറിപ്പോകത്തില്ല ഏതാണെന്നുള്ളത്. പിന്നെ ഇവരുടെ ഒരു കാർഡ്, ഇവരുടെ ഷെയ്ഡ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. റെഡ്, ഓറഞ്ച്, പർപ്പിൾ, ഗ്രീനിൻ്റെ ഒക്കെ അക്വാ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെയ്ഡൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ബ്രൗണിൻ്റെ ഈ മോക്ക ബ്രൗൺ, ലാറ്റെ ബ്രൗൺ, ക്യാപ്പച്ചിനോ ബ്രൗൺ, ഈ 3 ബ്രൗണിന് വരുന്നത്. നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു ഹേസൽനട്ട് എന്ന് പറഞ്ഞിട്ട്, അതൊരു നല്ല ഷെയ്ഡാണ്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് അത് കാണിക്കുന്നില്ല. പിന്നെ സോഫ്റ്റ് ബ്ലോണ്ട്, വൈബ്രൻറ്റ് ബ്ലോണ്ട്, അതൊക്കെ നല്ല രസമുള്ള കളറാണ്. പിന്നെ റെഡൊക്കെ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ചന്ദ്രനെ പോലെ ഇരിക്കും. 2 കളറാണ്, ചന്ദ്രയുടെ റെഡ് കളർ. പിന്നെ പ്ലഷ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് നല്ല രസം, നമ്മൾ ബാർബിയുടെ ഒക്കെ അങ്ങനത്തെ ഒരു ഹെയർ കളർ പോലെ. ഈ ഗോൾഡനും കൊള്ളാം, യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ്, ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഇത് മേടിച്ചു, അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഏത് കളർ മേടിക്കണം എന്നുള്ളത്. കൺഫ്യൂഷൻ ആവാതെ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തു. അതിന് ഇവരുടെ ഷെയ്ഡ്സ് എല്ലാം അടങ്ങിയേക്കുന്ന ഒരു ചെറിയൊരു മാനുവൽ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഗ്ലൗസാണ്. നേരത്തെ ഇതിനകത്ത് ഗ്ലൗസ് ഒന്നും ഇല്ലായിരുന്നേ, ഇത്രയും സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഗ്ലൗസും പിന്നെ ഒരു ഹെയർ സെറം. നമ്മൾ ലാസ്റ്റ് എല്ലാം കളറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സെറം യൂസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പക്ഷേ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇല്ലേ, ഈ പാക്കറ്റിനകത്ത് അവർ അലുമിനിയം ഫോയിൽ, നമുക്കിപ്പോൾ ഇത് വെറുതെ വെക്കാതെ ഇതിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടേക്കാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അലുമിനിയം ഫോയിലും കൊണ്ട് ഇങ്ങനെ ഇതാക്കി വെക്കണം. ഞാൻ 1-2 വീഡിയോ കണ്ടതിനകത്ത് ഈ പാക്കറ്റിൽ തന്നെ അലുമിനിയം ഫോയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അലുമിനിയം ഫോയിലില്ല, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അലുമിനിയം ഫോയിൽ എന്താണെങ്കിലും ചെറിയൊരു പാക്കറ്റ് ഹെയർ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്ട്രാ ഒന്ന് മേടിച്ചു വെക്കുക. ഇതിനകത്തുണ്ടെങ്കിലും കുറച്ചുണ്ടാവും, പക്ഷേ ഞാൻ മേടിച്ച പാക്കറ്റിനകത്തില്ല. ക്യാപ്പച്ചിനോ ബ്രൗണിനകത്ത് അലുമിനിയം ഫോയിൽ വരുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും ഷെയ്ഡിനകത്ത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഹെയർ കളർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ എക്സ്ട്രാ കയ്യിൽ മേടിച്ച് വെക്കാം. അപ്പം നമുക്കിപ്പോൾ വേണ്ട സാധനങ്ങൾ, ഫസ്റ്റ് സ്റ്റെപ്പിൽ വേണ്ടത് ഈ സ്റ്റെപ്പ് 1 എഴുതിയേക്കുന്ന ഈ പാക്കറ്റ്, ബ്രഷ്, ഗ്ലൗസ്, യൂസർ മാനുവൽ ഇരിക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട്. അതെടുത്തിട്ട് ബാക്കി നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ ഇട്ട് വെക്കാം. അത് നമുക്കെല്ലാം കൂടെ മാറിപ്പോകണം. സ്റ്റെപ്പ് 2 എടുത്ത് കവറിലായിട്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഹെയർ ഒന്ന് മെഷർ ചെയ്ത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. എന്തോരം ലെങ്തിൽ വേണം. ഇതിപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ കയറിപ്പോയിക്കുന്നതാണ് ഇറക്കും. ഇങ്ങനെ ഇത് രണ്ടും ഒരേ അളവിൽ വെക്കുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് കിട്ടും. കയറി ഇറങ്ങിയ പോലെ കിടക്കത്തില്ല. ഇത് രണ്ടും വെച്ചിട്ട് എന്തോരം ലെങ്ത് വേണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഒരേ ലെങ്തിൽ കിട്ടും.
ഏത് ലെങ്തിൽ വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് വെക്കുക, നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത്രയൊന്നും വേണ്ട, ഇതൊക്കെ നമ്മൾ കുറച്ച് പറയും. ഈ ഒരു ലെങ്തിൽ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കാൻ നോക്കുക. അവർ ഇൻസ്ട്രക്ഷൻ കാർഡിൽ എഴുതിയിട്ടുണ്ട് നോൺ മെറ്റാലിക് ബൗളിൽ വേണം മിക്സ് ചെയ്യാനുള്ളത്, യൂസർ മാനുവൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, എന്നാലും ഒരാളുടെ ഹെൽപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സെറ്റ് ചെയ്യും. ഇതൊരു വൈറ്റ് കളറിലത്തെ ക്രീം പോലെയാണ് വരുന്നത്. ഇത് ഫുള്ളായിട്ട് എടുക്കാമെന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് ക്വാണ്ടിറ്റി. ഇത് നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊരു പൗഡറാണ്. ഇതിൽ കെമിക്കൽസ് ഒക്കെ ഉള്ളതാണ്, സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് മാറി ഇരുന്നിട്ട് ചെയ്യണേ. നല്ലോണം ഹെയർ ലെങ്തിലൊക്കെ ഇടണം എന്നുള്ളവർ 2 പാക്കറ്റ് മേടിക്കണേ. ഒരു പാക്കറ്റിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ ഫുള്ളായിട്ടൊക്കെ കളർ ചെയ്യേണ്ടവർ 2 പാക്കറ്റ് മേടിക്കേണ്ടി വരും. എനിക്കിപ്പോൾ ഹെയർ ടിപ്പിൽ മാത്രം ചെയ്താൽ മതിയോണ്ട് ഇത് നമുക്ക് വേണ്ടത് ഇങ്ങനൊരു അലുമിനിയം ഫോയിലാണ്. ഇത് നമുക്ക് ഹെയറിൽ വെക്കാനുള്ള ആ ഒരു നീളത്തിൽ ചെറിയ ചെറിയ പീസാക്കി സ്ക്വയർ പോലെ മുറിച്ചെടുക്കാം. ഫോയിൽ പേപ്പർ നമ്മൾ ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തേക്കുന്നത്. ജസ്റ്റ് ആ ഹെയർ ടിപ്പ് മാത്രം വെക്കാനായിട്ടുള്ള ഒരു ഇതിലെ. അപ്പോൾ ഇതിൽ എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചാൽ, നമ്മളിങ്ങനെ എടുത്തിട്ട് എന്തോരം ആണോ വേണ്ടത് ആ ഒരു ലെങ്തിൽ തേച്ച് കൊടുക്കുക. നമുക്ക് സഹായത്തിന് ആരെങ്കിലും വിളിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഓരോ ടിപ്പും ഫുള്ളായിട്ട് കളർ ചെയ്യാം. ഇത് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ബ്ലോണ്ട് ഇട്ടു, അതിങ്ങനെ സെക്യൂറാക്കി സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ഈ എല്ലാ ഹെയർ ടിപ്പും അങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ ഹെയറിൻ്റെ എൻഡിലെല്ലാം കളർ ചെയ്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇട്ടൊക്കെ ഇത് നമുക്കൊരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. എന്നിട്ട് നമ്മളിതിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് അയച്ച് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഒരു കളറാണ് വന്നേക്കുന്നത്. ഇത് നമുക്കിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് കളർ എടുക്കാം. ആക്ച്വലി എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് തന്നെ നിർത്തിയാലോ നോക്ക്. പക്ഷേ ബ്രൗണും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് വാഷ് ചെയ്തിട്ടുള്ള ഹെയറൊക്കെ നല്ലോണം ഉണങ്ങി ഞാൻ പിന്നെയും സെയിം ആ പാർട്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പോർഷനിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പത്തെ പോലെ തന്നെ മിക്സ് ചെയ്യുക. അലുമിനിയം ഫോയിൽ മുറിച്ച് ഇതും നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീം കളർ അല്ല, ഒരു ബ്രൗൺ കളറായിരുന്നു ഞാൻ എടുത്തത്, പക്ഷെ ഇത് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഇതിന് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ബ്രൗൺ കളർ ആകുമോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു ക്രീമിന് ഈ കളറ് ആഡ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഒരു ക്രീം കളറ് ഇല്ലടാ മാറുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും കളർ ചെറുതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു ഷേപ്പ്, എന്തോ പറയാൻ പറ്റാത്തൊരു ഷേപ്പ്, ബ്രൗൺ കളർ ആവുന്നില്ല. അത് ഇത് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോഴാണോ ബ്രൗൺ കളർ വരിക എന്നറിയില്ല. ഇപ്പോൾ വരുന്നുണ്ട്. ഇതൊരു പർപ്പിൾ ഷെയ്ഡ് പോലെ ആയി വരുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ. വീഡിയോയിലൊക്കെ തന്നെ ക്ലിയർ ആകാൻ പറ്റില്ല. ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് പോലെ വരുന്നത്. ഇത് കൂടി വൈറ്റ് കളർ പോലെ വരുന്നുണ്ടോ? ആദ്യം ഒരു വൈറ്റ് ആയിരുന്നു, പിന്നെ അത് ക്രീം, പർപ്പിൾ, വയലറ്റ്, ഇപ്പം നല്ലൊരു ഒരു ഞാവൽപ്പഴത്തിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, അതേ കൂട്ടത്തെ കളറായി. അടിച്ച് കഴിയുമ്പോൾ ഈ കളറാണെങ്കിൽ ഹെയർ കട്ട്, വേറെ ഓപ്ഷൻ ഇല്ല. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് അകന്നിരിക്കുക, ഭയങ്കര കെമിക്കൽ സ്മെല്ല് ഇങ്ങനെ വരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസ്ക് എല്ലാം നിൽക്കാം. കണ്ടോ, നല്ലൊരു കളറാണ് നിൽക്കുന്നത്. ഇനി മിക്സ് ചെയ്തിട്ട് കാര്യമൊന്നും തോന്നില്ല. ഇപ്പോഴും ആ കളറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച്, അത് തന്നെ ഡാർക്കായി വന്നതേ ഉള്ളൂ. ഇതും അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂറാണ് ഹെയറിൽ വെക്കേണ്ടത്. എന്നിട്ട് ഷാമ്പു ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണറും അപ്ലൈ ചെയ്യുക. അതിന് നമുക്കൊരു സ്ട്രീക്സിൻ്റെ ചെറിയൊരു കണ്ടീഷണറിൻ്റെ സാഷേ പാക്കറ്റ് അവർ ഈ പാക്കറ്റിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചായിരുന്നു.
ഇത് കഴിഞ്ഞ് കൂടുതൽ കളറൊന്നും ഇതിൻ്റെ തന്നെ ഡാർക്ക് കളറേ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെയറിലോട്ട് സെയിം ആദ്യമേ ചെയ്ത പോലെ തന്നെ ഓരോ പോർഷൻ എടുക്കുക, അലുമിനിയം ഫോയിൽ വെക്കുക, ഇത് അപ്ലൈ ചെയ്യുക, റാപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഹാഫ് ആൻ അവർ കഴിയുമ്പോഴത്തേക്കും ചൂടുവെള്ളം തണുത്ത വെള്ളമൊന്നും എടുക്കണ്ട, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. ഈ കളറിൻ്റെ ഡാർക്കായിട്ട് വരുന്നതേ ഉള്ളൂ, കളർ ചേഞ്ച് ആവുന്നില്ല. നല്ലൊരു വയലറ്റ് കളറിലാണ് വന്നേക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, ഇതിനിങ്ങനെ വിട്ടു പോകത്തില്ല, നല്ല ക്രീമി. അപ്പം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം, എന്നിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരാളുടെ സഹായം, ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാം, എന്നാലും ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരു സഹായം കൂടെ. അപ്പം നമ്മുടെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കളർ ഇതാണ് വരുന്നത്. ഞാനൊരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ ബോക്സിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളർ തേച്ചിട്ട് അരമണിക്കൂർ വെക്കാനാണ്. ഞാനൊരു 1 hour കുറച്ചും കൂടെ കളർ ആവാൻ വേണ്ടിയിട്ട് ഒരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. 1 hour വെച്ചു, ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കളറാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ച സെയിം ഒരു ബ്രൗൺ കളർ തന്നെ. നമുക്കിത് സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കിടക്കും. ടിപ്പിൽ മാത്രം ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു നമ്മൾ അഴിച്ചിടുമ്പോഴും അല്ലെങ്കിൽ കെട്ടി വയ്ക്കുമ്പോഴൊക്കെ നല്ല രസമൊക്കെ ടിപ്പിൽ മാത്രമായിട്ട് തന്നെ നടക്കും. യൂഷ്വലി ഇത്രയും ഇങ്ങനെയാണ് ഇടാറ്. ഇത്ര ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ക്യാപ്പിച്ചിനോ ബ്രൗൺ ഷെയ്ഡ്സ് അടിക്കാൻ നോക്കുന്നത് ഈ ഒരു കളർ നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്. ശരി, അടിച്ചു ബാക്കിലാകുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഹെയറൊക്കെ കെട്ടി വെച്ച് കഴിയുമ്പോൾ ഈ ഒരു മോഡലൊക്കെ വരുന്നത്. പിന്നെ കണ്ടീഷണർ എന്താണെങ്കിലും ഇടാൻ നോക്കുക. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവും, നല്ലോണം മുടി ഡ്രൈ ആവും. പിന്നെ സെറം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പരവരാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. ഷാമ്പൂ ഇട്ട് കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഹെയറിൽ സെറം തേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്യാപ്പച്ചിനോ ബ്രൗൺ ഷെയ്ഡിൻ്റെ വരുന്നത് ഈ ഒരു കളറാണ്. പിന്നെ നമ്മളിത് വാഷ് ചെയ്ത് കഴിയുമ്പം കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡായിരിക്കും, ഒരു ഓറഞ്ച് കളർ പോലെ എനിക്ക് ആദ്യമേ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉണങ്ങി സെറ്റായി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രൗൺ. അത് ഞാൻ ഓർത്തു കളർ മാറി, ഞാൻ ഉദ്ദേശിച്ച കളർ അല്ല എന്ന് ഓർത്തത്. ഒരു ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് കളർ പോലെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു കളർ തൊട്ട് വന്നു. കേട്ടോ, ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ ആദ്യമേ ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ശരിയായി. ഞാനിത് പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ടില്ല, അന്ന് കളർ ചെയ്ത് ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി വാഷ് ചെയ്യുമ്പോൾ കളർ പോവുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വാഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കളറാണ്. നല്ല രസമല്ലേ? കണ്ടോ, ഹെയർ കട്ട് ചെയ്തിട്ട് കളർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല രസമായിരിക്കും.